ഹായ്, ഞാൻ സീനത്ത്. ഇഫ മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ ഷാർജ മുവൈലയിലുള്ള ലുലു മാളിലേക്ക് മീൻ വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനുകൾ കാണാം. ഇത് ആവോലി, നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ആവോലി തന്നെയാണ്. അപ്പോൾ ആവോലി പിന്നെ ഈ ഒരു മീൻ കാണുന്നത് സൽമാൻ എന്നാണ് ഇതിൻ്റെ പേര് പറയണത്. എനിക്കറിയില്ല, ഞാൻ ഇവരടുത്ത് ചോദിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സൽമാൻ മീനാണ് ഈ കാണുന്നത്. പിന്നെ കാണുന്നത് സ്രാവ് മീൻ, അത് അറിയാമല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതൊരു സ്രാവ് മീൻ. അത് നല്ല വലിപ്പം കൂടിയ മീനാട്ടോ, ഫ്രഷാണ്. ഈ മീനിൻ്റെ പേര് സുൽത്താൻ ഇബ്രാഹിം എന്ന് അറബികൾ പറയുന്നൊരു പേരാണെന്ന് പറയുന്നു. അപ്പോൾ സുൽത്താൻ ഇബ്രാഹിമിൻ്റെ വലിയ മീനാണ് ഈ കാണുന്നത്. മാഷാ അല്ലാ, ഏകദേശം എൻ്റെ വലിപ്പമുണ്ട്. എനിക്കത് എടുത്താൽ പോലും പൊങ്ങുന്നില്ല, അത്രയും വലിയ മീനാണ്, ഫ്രഷാണ്. അപ്പോൾ ഈ മീനിൻ്റെ പേരാണ് സുൽത്താൻ ഇബ്രാഹിം അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേര് സുൽത്താൻ ഇബ്രാഹിം എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലുലുവിൽ വന്നിട്ട് ഈ മീൻ മേടിക്കുക. വിലകളൊക്കെ ഒരുവിധം കുറവ് തന്നെയാണ്. ഫ്രഷ് മീൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ലുലു മാളിൽ തന്നെ വരണം. ഇവിടെ വന്നാൽ തന്നെയാണ് നല്ല ഫ്രഷ് ഐറ്റം മീൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മീൻ ഞങ്ങൾക്ക് ഇനി വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് ചൂടാൻ പോകണം ഒരു ദിവസം. ആ വീഡിയോ നിങ്ങൾ കാത്തിരുന്ന് കാണുക. അതുപോലെ തന്നെ ചുടാനും അതുപോലെ പൊരിച്ചിട്ട് ബിരിയാണി വെക്കാനും പറ്റിയ ഒരു അടിപൊളി മീനാണ് ട്രാവല്ലി. ആ ഒരു മീനാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം നല്ല വലിപ്പത്തോട് കൂടിയിട്ട് നല്ല ഫ്രഷോട് കൂടിയിട്ടുള്ള മീനുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലുലു മാളിൽ വന്ന അടിപൊളി ഫ്രഷ് മീൻ കിട്ടുന്നുണ്ടെങ്കിൽ ലുലുവിൽ തന്നെ വരണം. ഈ മീനിൻ്റെ പേര് തിലോപ്പിയ. അത് നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ അതേ സെയിം പേര് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ചെമ്മീൻ. ബിരിയാണി വെക്കാൻ വലിപ്പമുള്ള പൊളി ചെമ്മീനാണ്. അപ്പോൾ ഈ വാങ്ങിക്കൊണ്ടായിട്ട് എല്ലാവരും ബിരിയാണി വെച്ചിട്ട് അടിച്ചു പൊളിച്ചോളും. അതേപോലെ ഫ്രഷ് ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റി മീനുകൾ, ഞണ്ടുകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്നത് കരിമീനാണ്. കരിമീൻ പൊരിച്ച് ചോറ് തിന്ന ഒരു രക്ഷയില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് മീൻ മേടിക്കുക, അടിച്ചു പൊളിക്കുക, നമ്മുടെ വീഡിയോസുകൾ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞുമത്തി, നത്തള്, മാന്തള്, ഞണ്ട് മീൻ, അങ്ങനെ ഒരുപാട് നാട്ടിലെ ഐറ്റം ഫിഷും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നേരമില്ല, സമയമില്ലാത്തവർക്ക് മീൻ വെട്ടി ക്ലീൻ ആക്കിയിട്ട് അവർ മസാല തേച്ച് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എണ്ണ ചൂടായി അതിനകത്തിട്ട് പൊരിച്ചെടുത്ത് കഴിക്കാവുന്ന തന്നെ ഉള്ളൂ. അടിപൊളി തന്നെ എല്ലാ ഐറ്റംസ് മീനുകളുണ്ട്. മസാല തേച്ചതുണ്ട്, മസാല തേക്കാത്തതുണ്ട്, ഉണക്കമീനുണ്ട്, അങ്ങനെ പലവിധം വെറൈറ്റി മീനുകൾ ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് നല്ല ഫ്രഷ് ആവോലി മീൻ വാങ്ങിയിട്ടുണ്ട്. മീൻ കൊണ്ടുപോയി അത് അവർ ഇവിടുന്ന് ക്ലീനാക്കി തരും ചെയ്തു. കൊണ്ടുപോയിട്ട് ഇതാ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. മസാലയൊക്കെ തേച്ച് ക്ലീനാക്കി മസാല തേച്ച് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ കൂട്ടിയിട്ട് ഫുഡ് അടിക്കണം. ഞങ്ങൾ നല്ല അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുക. ഈ വീഡിയോസിനും ഇതിൻ്റെ ഈ പേരറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ഇടണം. ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കമൻറ്റ് ഇടണം. എന്നാൽ പിന്നെ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.